എവിടേക്കാ? രജിസ്റ്റർ ഓഫീസിൽ നിന്നുള്ള വരവാണല്ലേ? മോളുടെ പേരെന്താ? ആമിന. അനക്ക് തോന്നിയതുപോലെ വന്നു കയറാൻ ഇതെന്താ ലോഡ്ജ് മുറിയാന്ന് കരുതിയാ? അല്ല, അത് പിന്നെ ഞങ്ങൾ എവിടെ പോകും പാപ്പ? അത് എനിക്കറിയാം. ഈ കുട്ടിയുടെ രക്ഷിതാക്കളുടെ സമ്മതത്തോടെയാണോ ഇവളെ കെട്ടിയത്? അല്ല, അത് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ. മോളെ, എന്ത് കണ്ടിട്ടാ ഈ ഇവന്റെ കൂടെ പോകുന്നത്? അറിയാത്ത ജോലി ചെയ്ത് കുടുംബത്തിന് വേടക്ക് പേരുണ്ടാക്കിയവൻ. ബാപ്പ കഴിഞ്ഞൊക്കെ മറന്ന് സ്വീകരിക്കണം അല്ലേ? എത്ര നിസ്സാരാണിത്. ഒരു കുട്ടിയെ 10 മാസം ഗർഭം ധരിച്ച് പെറ്റ് പോറ്റി ഇത്രയും വലുപ്പത്തിലാക്കാൻ ഓരോ രക്ഷിതാക്കളും എന്തുമാത്രം കഷ്ടപ്പെടുന്നറിയോ? നാളെ നിങ്ങൾക്കുണ്ടാവും ഇങ്ങനെ ഒന്ന്. ആ കുട്ടി ഒരു ദിവസം ഒന്നും മിണ്ടാതെ ഏതോ ഒരുത്തന്റെ കൂടെ ഇറങ്ങി പോകുമ്പോഴേ നിങ്ങൾക്ക് തിരിയൂ. മോളെ കരയിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഈ പ്രായത്തിലൊക്കെ ശരിയാന്ന് തോന്നും. ജീവിക്കുമ്പം തിരിയും. കണ്ടതും കേട്ടതും അല്ല കാര്യമൊന്നും. പിന്നെ ഇവന്റെ കാര്യം, സ്വന്തം അന്നം തന്ന തൊഴിലിനെ തള്ളി പറഞ്ഞവനാ. നാളെ അന്യവന് വേണ്ടാന്ന് തോന്നിയാലോ? എന്റെ മോള് സ്വന്തം കുടിയിലേക്ക് എന്നെ പോയിക്കോ. ബാപ്പാന്റെയും ഉമ്മാന്റെയും മനസ്സ് ബേജാറാക്കിയിട്ട് ഒന്നും നേടാനില്ലേ ചെറിയ ദുനിയാവില്. ഈ കണ്ണീര് അന്നെ കാക്കട്ടെ. മോൻ കയറി വാ. ഈ ചൂട് കുറച്ച് കഴിഞ്ഞാൽ തണുത്തോളൂ. വേണ്ടമ്മ, ബാപ്പ പറഞ്ഞത് ശരി. ആമിനയുടെ വീട്ടുകാരുടെ സമ്മതമുണ്ട്. ജമാല് ഇനി ഈ വീടിന്റെ പഠിച്ച കിട്ടൂല. പോവാ. ഒക്കെ നിങ്ങള് കാരണം ആൽബം പാട്ടെന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരും വീട്ടിൽ കയറ്റിയില്ലേ? അനുഭവിച്ചോളി. ഇപ്പൊ കേട്ടില്ലേ നിങ്ങളെ സംവിധായകൻ നമ്മള് പുന്നാര മോളെ റേസ് ഓഫീസ് കൊണ്ടുപോയി അവരുടെ വീട്ടിൽ കൊണ്ടുപോയേക്കണം. എന്നാലും എന്റെ മോള് പൊറുക്കണം. എന്നോടോ? ഇവളെ കെട്ടിക്കാൻ വെച്ച പൈസ നശിപ്പിച്ചോനായി. ഇപ്പൊ കുടുംബത്തിന്റെ മാനവും. നീ എന്താ വിചാരിച്ചത്? ഇവളെ കെട്ടി പൊറുക്കാന്നു? അനക്ക് അറിയില്ലെന്നെ. കേറി പൊടിയകത്ത്. അന്നെ ഞാൻ അംഗീകരിക്കാനോ? ഒരു തോട്ടിപ്പണിക്കാരനെ കെട്ടിച്ചു കൊടുത്താലും അനക്ക് ഞാൻ ഇവളെ തരൂല. നിന്നെ പറ്റിച്ചോനായി. ശരിയാ, മനഃപൂർവ്വമല്ലെങ്കിലും ഞാൻ പറ്റിച്ചെന്ന് പറഞ്ഞ നേരാ. പക്ഷെ അതിനേക്കാൾ വലിയൊരു തെറ്റാ ഞാനിപ്പോ ചെയ്തത്. ആകെയുള്ളൊരു മോളെയാ ഞാൻ സമ്മതമില്ലാതെ രേഷ്മയിലായത്. എന്നോട് ക്ഷമിക്കണം. അറിവില്ലായ്മ കൊണ്ട് പറ്റിപ്പോയതാ. ഇവളെ ഞാൻ കാരണം വെറുക്കരുത്. ഞാൻ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത്? മോളെ, രക്തബന്ധമില്ലാത്തവനെ പോലെ ഈയും ബാപ്പാനെ പറ്റിച്ചില്ലേ? നിങ്ങളുടെ അനുവാദമില്ലാതെ ഞാനിവിടെ കല്യാണം കഴിച്ചു. അർഹതയില്ലെന്നറിയാം. എന്നാലും ചോദിക്കാം, ഇവളെ എനിക്ക് തന്നൂടെ? ആമിന, എന്നോട് ക്ഷമിക്കണം. സ്വന്തം വീട്ടുകാരെ മറന്ന് നമ്മൾ ഒന്നിച്ച മരണം വരെ നമുക്ക് സമാധാനം കിട്ടില്ല. അതുകൊണ്ട് തൽക്കാലം കുറച്ച് വിഷമമൊക്കെ ഉണ്ടാവും.
കുഴപ്പമില്ല. നമുക്ക് പിരിയാടോ. എന്നെ വെറുക്കരുത്. ഇത് നിങ്ങളുടെ മകളെ ഞാൻ തിരിച്ചേൽപ്പിക്കാം. ജമാലേ, അന്റെ കൂടെ ഇറങ്ങി വന്ന ഓളെ ഇവിടെ ഏൽപ്പിച്ചിട്ട് മുങ്ങ. നിങ്ങളെ വിഷമിപ്പിച്ചില്ലേ? ഇനിയിപ്പോ എന്താ ചെയ്യ? ദാമ്പത്യം ആൽബം ഷൂട്ടിംഗ് പോലല്ല. ആ ഒരു ഓർമ്മ ഉണ്ടായ അന്ന് അത്രക്ക് ദുഷ്ടനൊന്നുമല്ല. എന്നോട് പറയായിരുന്നു രണ്ടാക്കും. കോരപ്പുഴ കോയമോൻ, ഇവിടെ കോയമോനെ ഈ ആളാകെ മാറിപ്പോല്ല. എന്തൊക്കെയുണ്ട് ബറാബറേ വിശേഷങ്ങൾ? നമുക്കൊക്കെ എന്ത് വിശേഷടാ? ഇവിടെ ഇപ്പൊ ഏത് സി ഡി കടയിൽ നോക്കിയാലും നിന്റെ ഫോട്ടോ അല്ലേ. നീ ഇത്ര വലിയ പാട്ട് എഴുത്തുകാരനാവെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. നിന്നെ പോലെ ഞാനൊന്ന് പിന്തിരിഞ്ഞ് ഓടിയിരുന്നെങ്കിൽ ഇതുപോലെ വല്ല ജോലിയും ചെയ്ത് ഒരു ചെറിയ പത്രത്തിൽ ഏതെങ്കിലും ചരമകോളത്തില് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ മാത്രമായി ഞാൻ അങ്ങ് ഒതുങ്ങി പോയേനെ. എടാ, ഇത് ലാൻഡ് ക്രൂസർ അല്ലേ? ഇതൊക്കെ നിന്റെ സ്വന്തമാണോ? ഇത് മാത്രമല്ല, വീട്ടിൽ 2 എണ്ണം വേറെ ഉണ്ട്. ഞാൻ വന്നതേ നിന്നെ ഒന്ന് രക്ഷപ്പെടുത്താനാ. എന്നെ ജനങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും നീയായിരുന്നു എന്റെ അരങ്ങേറ്റ സംവിധായകൻ. മറ്റൊരു അരങ്ങേറ്റം കൂടി ഈ കോരപ്പുഴ കോയമ്മൻ നടത്താൻ പോവുകയാണ്. എന്തരങ്ങേറ്റം? ഞാനൊരു തിരക്കഥാകൃത്താവാൻ പോവുകയാണ്. കൂടാതെ ആ കഥയിലെ ശ്രദ്ധിക്കപ്പെടുന്നൊരു വേഷവും. നിനക്കറിയോ, ഈ ആൽബങ്ങളുടെയൊക്കെ കാലം കഴിഞ്ഞു. പണ്ടത്തെ പോലെ ഈ പെമ്പിള്ളേരെ തട്ടോട്ടോ ഓടിച്ചിട്ട് ഒരു കാര്യമില്ല. അത് ശരിയാണ്. അതൊക്കെ ജനങ്ങൾക്ക് ആ മടുപ്പ് മാറ്റാനാണ് ഞാനൊരു ഹോം സിനിമയ്ക്ക് വേണ്ടി തിരക്കഥ എഴുതുന്നത്. മലബാറിൽ ഇന്നത്തെ ഏറ്റവും വലിയ ട്രെൻഡാണ് ഹോം സിനിമ. ഹോം സിനിമയോ? അതെ, വീട് വീടാന്തരം റിലീസ് ചെയ്യപ്പെടുന്ന സിനിമയ്ക്കാണ് ഹോം സിനിമ എന്ന് പറയുന്നത്. ഞങ്ങൾ അത് സീഡിയിലാക്കി മാർക്കറ്റിലിറക്കുന്നു. നമ്മുടെ പേരിൽ 3 നേരം ഹോം സിനിമ കാണില്ല പണി. അതിരിക്കട്ടെ, നിന്റെ ഹോം സിനിമയിൽ എനിക്കെന്താ പണി? നീയാണത് ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഡയറക്റ്റ് അത് വേണ്ട. ഇനിയിപ്പോ ആ വർക്ക് കൂടി കുളമായിട്ട് ആ പ്രൊഡ്യൂസറെ മോളെ കൂടി കെട്ടാൻ അത് വേണ്ട. നീ വേറെ ആരെങ്കിലും നോക്ക്. ആ കാര്യത്തിൽ എന്റെ ജമാൽ രണ്ടത്താണ് പേടിക്കേണ്ട കാര്യമില്ല. എന്തായാലും മകളില്ലേ? ഉണ്ട്, പിന്നെ പക്ഷെ 2 വയസ്സേ ആയിട്ടുള്ളൂ. ഒരു ഗൾഫുകാരൻ നാട്ടിൽ വരുന്നതും അവന്റെ സമ്പാദ്യങ്ങൾ കുടുംബക്കാർ തട്ടിയെടുക്കുന്നതുമാണ് കഥ. അതെ, ഗൾഫുകാരന്റെ കഥയ്ക്കാണ് മാർക്കറ്റ് ജമാലേ. അനക്ക് രക്ഷപ്പെടാൻ പടച്ചോൻ കൊണ്ട് തന്ന പറഞ്ഞുകൂട്. ഒരിക്കലും ഇവൻ രക്ഷപ്പെടുത്തി എന്റെ ചൂട് ഇപ്പോഴും മാറിയിട്ടില്ല. കോയമോനെ, ഞാൻ ഈ നാട്ടുകാരെ താടി മുടിയൊക്കെ പഠിച്ച് അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞോളാം. അതെ, അന്നത്തെ അലക്കാരൻ കോയല്ല നിന്റെ ഈ മുന്നിൽ നിൽക്കുന്നത്. ഇന്നത്തെ ഹിറ്റ് പാട്ടെഴുത്തുകാരൻ കോരപ്പുഴ കോയോമനായി നിൽക്കുന്നത്. ഇങ്ങോട്ട് നോക്ക്. എനിക്ക് വേറെ സംവിധാനം കിട്ടാഞ്ഞിട്ടല്ല, നിന്റെ കൈക്ക് നല്ല ഐശ്വര്യമുണ്ട്. ഒരിക്കൽ കൂടി നമ്മൾ ഒന്നിക്കുന്നു. നിനക്ക് 6 മാസം മുടി വെട്ടിയാൽ കിട്ടുന്നതിലധികം പണം 6 മണിക്കൂർ കൊണ്ട് ഞാൻ ഉണ്ടാക്കി തരും. ഒന്നും ആലോചിക്കാനില്ല ജമാലെ, ഹോം സിനിമയിലൂടെ നീ രക്ഷപ്പെടും. ചെല്ല്. ഞാനില്ലേ നിന്റെ കൂടെ? ഒന്ന് പയറ്റി നോക്കാടാ. എന്നാ പിന്നെ എന്നാ പിന്നെ എന്നാ പിന്നെ പിന്നെ എന്നാ പിന്നെ എന്നാ പിന്നെ എന്നാ പിന്നെ ആക്കണ്ട. ഇപ്പൊ വാടാ എന്റെ കൂടെ വരാൻ. സോറി ബ്രദർ, ഇനി മുതൽ എന്റെ പണി ഇതാണ്. ആക്ഷൻ.